അതിനുശേഷം അല്ല ബ്രിട്ടാസ്, ഇവിടെ സ്ക്രോൾ ഡോട്ട് ഇൻ പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ട് കമ്പനി BJP കൊടുത്ത അല്ലാന എക്സ്പോർട്ട് BJP കൊടുത്ത സമ്മാനം 30 കോടിയാണ്. BJP നേതാവ് സംഗീത് സോം ഡയറക്ടറായിരുന്ന കമ്പനിക്ക്, ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് പേര് അൽദുവ. അജയ് സൂദിന്റെയും സുനിൽ സൂദിന്റെയും കമ്പനിക്ക് പേര് അൽനൂർ. സുനിൽ ജഗദീഷിന്റെ കമ്പനിക്ക് പേര് അറേബ്യൻ എക്സ്പോർട്സ്. ഇവരെല്ലാം BJP-കാരാണെന്ന് ഞാൻ പറയല്ല. അപ്പൊ അത് കാരണം ഈ ഒരു പ്രത്യേകതരം ബീഫ് വിരോധമേ ഉള്ളൂ. കാശ് വന്നാൽ കുഴപ്പമില്ല. അശ്മി, ഞാൻ അതിലേക്ക് പോകണ്ടെന്ന് വെച്ചതാ. എനിക്ക് ഇവരെയൊക്കെ അറിയാം. ഈ കമ്പനികളിലെ പ്രൊമോട്ടർമാരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം വ്യാപാരി, ഒരു കച്ചവടക്കാരൻ, ഒരു തുണി കച്ചവടക്കാരൻ ഉത്തരാഖണ്ഡിലെ കോട്ട്വാറിൽ ബാബ എന്നുള്ള പേരിട്ടപ്പോൾ, ബാബ എന്ന് പറഞ്ഞാൽ എല്ലാ മതവിഭാഗങ്ങളിലും ബാബയുണ്ട്, ആ ബാബ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ആ മുസ്ലിം കച്ചവടക്കാരനെ പീഡിപ്പിച്ചവരാണ് ഈ ബജ്റാന്തുള്ള ആൾക്കാർ. അവരാണ് മുസ്ലിങ്ങളുടെ പേരിൽ, മുസ്ലിം പേരുകൾ വെച്ചിട്ട് ഈ ബീഫ് എക്സ്പോർട്ട് കമ്പനികൾ അവിടെ ഉത്തർപ്രദേശിൽ നടത്തുന്നത്. ഇവരെയൊക്കെ എല്ലാവർക്കും അറിയാം. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ കള്ളം പ്രചരിപ്പിച്ച് ഈ വിദ്വേഷവും വെറുപ്പും ജനിപ്പിച്ച് എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ 2 വോട്ട് കിട്ടാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രചരണമൊക്കെ. പക്ഷേ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയട്ടെ, കേരള സ്റ്റോറി 2 എന്നുള്ളത് ഒരു കാരണവശാലും ബാൻ ചെയ്യാൻ പാടില്ല. അതൊക്കെ മലയാളികൾ കാണണം. ഇപ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ ഈ സ്റ്റോറിയെക്കുറിച്ച്, ഈ കേരള സ്റ്റോറിയെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന മീംസ്, ട്രോളൊക്കെ കണ്ടാലുണ്ടല്ലോ, അല്പം ഉളുപ്പുള്ള ആരെങ്കിലും ആണെങ്കിലുണ്ടല്ലോ, ഗംഗാ നദിയിൽ ചാടിച്ചാകും, മുങ്ങിച്ചാകും. എമ്മാതിരി പ്രയോഗങ്ങളാണ്. ഇതെങ്കിലും കണ്ടിട്ട് ഇവന്മാർക്ക് തങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയുടെ ഈ യഥാർത്ഥ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അവരുടെ ലക്ഷ്യം കേരളമല്ല. ഞാൻ വ്യക്തിപരമായ ഒറ്റ അനുഭവം പറഞ്ഞോട്ടെ. ഞാൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തനത്തിലുള്ള കാലത്ത് ഒരു ഇലക്ഷൻ സമയമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോക്സഭാ ഇലക്ഷൻ കാലമാണ്. ഞാൻ ഒന്ന് ലീവിന് നാട്ടിൽ തിരിച്ചു. നമ്മളെ അവിടെ ചാണക്യപുരിക്കടുത്ത് സ്ഥിരമായി ചായ കുടിക്കുന്ന ഒരു ബായുടെ കണ്ട് അവിടെ പോയി, എന്താണ് വലിയ സ്നേഹമാണ്. നാട്യവും തിരിച്ചു പോയപ്പോഴേക്കും പുള്ളിക്കനോട് ഭയങ്കര ദേഷ്യം. ക്യാ ഗുസായ ബായ് എന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു വീഡിയോ കാണിച്ചു തരാണ്. വീഡിയോയിൽ എന്താണ്, വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പച്ചക്കൊടി വെച്ച് ഇത് നടത്താൻ പ്രചരണം. എന്നോട് പറയുന്നത് എന്താണ്, തും ലോഗ് പാകിസ്ഥാനീസ് എന്നാണ് പറയുന്നത്. ഭയങ്കര ദേഷ്യം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി, ഇത് പാകിസ്ഥാന്റെ കൊടിയല്ല ബായി, ഇത് മുസ്ലിം ലീഗ് ഒന്നും രാഷ്ട്രീയ പാർട്ടി ഉണ്ട്, അവരുടെ ഒന്നും മനസ്സിലായിട്ടില്ല. എന്നോട് ഭയങ്കര ദേഷ്യം. എനിക്ക് നേർക്കുന്ന അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശം ഇവിടെ അല്ല ജോൺ ബ്രിട്ടാസ്, കേരളത്തിന് പുറത്ത് കേരളത്തെ പറ്റി ഇത്തരത്തിൽ ഗുസ്സ ഉണ്ടാക്കുക, വെറുപ്പുണ്ടാക്കുക. അല്ല, അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുക. എന്താ കാരണം എന്ന് വെച്ചാൽ, കേരളത്തിന് വെളിയിൽ വലിയ തോതിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളും ഈ ഒരു സിനിമയ്ക്ക് പിന്നിലുണ്ട്. ശരിയാണ് ഹാഷ്മി പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞാൽ, എന്നോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ബീഫ് കഴിക്കുന്നവരല്ലേ, നിങ്ങൾക്കൊന്നുകൊണ്ട് പോർക്ക് കഴിക്കാൻ പറ്റുമോ, ധൈര്യം ഉണ്ടെങ്കിൽ? അതായത് കേരളം എന്തോ ഒരു ഇസ്ലാമിക ഭരണകൂടം നിൽക്കുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ട് പോർക്ക് നിരോധിച്ചിരിക്കുകയാണ്, പോർക്ക് കഴിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ കേരളത്തിലേക്ക് പോയി, എവിടെ നിന്നാണ് അപ്പം പോർക്ക് വേണ്ടത്? ആ പോർക്ക് കൃത്യമായിട്ട് കിട്ടുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ രൂപത്തിലുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പിങ് ഇവർ നടത്തുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിലേക്ക് വരുന്നുണ്ട്. ഇതുപോലുള്ള സിനിമകൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാനും നമ്മുടെ സമൂഹത്തിലുള്ള മതമൈത്രിയെ തകർക്കാൻ വേണ്ടി മാത്രമേ കഴിയുള്ളൂ. ഇവർക്ക് എന്തെങ്കിലും ഒരു ധാരണയുണ്ടെങ്കിൽ ആ ദാദ്രിയിൽ ബീഫ് വെച്ചു എന്നും പറഞ്ഞ് വലിച്ചിറക്കി ഇവരെല്ലാം കൂടി കൊന്ന ഒരു മുഹമ്മദ് അഖ്ലാഖ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സിനിമ എടുക്കണം. അല്ലെങ്കിൽ ബിൽക്കീസ് ബാനുവിൻ്റെ പേരിൽ ഒരു ഗുജറാത്ത് സ്റ്റോറി എടുക്കണം. അതല്ലെങ്കിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ച ജസ്റ്റിസ് ലോയയുടെ പേരിൽ ഒരു സിനിമ എടുക്കണം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ട്വാറിൽ ഒരു മുസ്ലിം കച്ചവടക്കാരന് വേണ്ടി ചങ്കുറപ്പോടെ നിന്ന് കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ ദീപക് കുമാറിൻ്റെ പേരിൽ ഒരു സിനിമ എടുക്കണം. അല്ലെങ്കിൽ ഇവരിപ്പോൾ കാശ്മീർ ഫയൽസും കേരള ഫയൽസൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ, അവർ എപ്സ്റ്റൈൻ ഫയൽസ് എന്നുള്ള പേരിൽ ഒരു സിനിമ എടുക്കട്ടെ. അപ്പം സിനിമ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതൊന്നും ഉപയോഗിക്കാതെ ഈ കേരളം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ നീതിയുടെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു പ്രതലത്തെ അവഹേളിക്കാൻ വേണ്ടി ഈ രൂപത്തിൽ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിനോട് പ്രതിക്രിയ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ട ഘട്ടം വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.